السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا الأشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മാന്യരായ വിധികർത്താക്കളെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ലഹരിയെ തുരത്താം എന്ന വിഷയമാണ്. ലഹരി ഉപയോഗം ഇന്നൊരു വലിയ സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുകയാണ്. മദ്യപാനം, പുകവലി, മയക്കുമരുന്നുകൾ എന്നിവ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കുകയാണ്. പലരും ലഹരിയിലേക്ക് പോകുന്നത് കൂട്ടുകാരുടെ പ്രേരണ കൊണ്ടോ കൗതുകം കൊണ്ടോ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ മറക്കാനായോ ആണ്. എന്നാൽ ഒരു തവണ ലഹരിയുടെ പിടിയിലകപ്പെട്ടാൽ അതിൽ നിന്ന് പുറത്തു വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ലഹരി ഉപയോഗം നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല, വിദ്യാഭ്യാസത്തെയും ഭാവിയെയും നശിപ്പിക്കുകയാണ്. പഠനത്തിൽ പിന്നോട്ട് പോകുന്നു, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു, കുടുംബത്തിനോടുള്ള ബന്ധം തകരുന്നു. പല കുടുംബങ്ങളും ലഹരിയുടെ പേരിൽ കണ്ണീരൊഴുക്കുകയാണ്. സമൂഹത്തിൽ കുറ്റകൃത്യങ്ങളും അക്രമങ്ങളും വർദ്ധിക്കാനുള്ള ഒരു പ്രധാന കാരണം ലഹരി ഉപയോഗമാണ്. യുവതലമുറയാണ് ഒരു രാജ്യത്തിന്റെ ശക്തി. എന്നാൽ ആ യുവതലമുറ ലഹരിയുടെ പിടിയിലകപ്പെട്ടാൽ ആ രാജ്യത്തിന്റെ ഭാവി തന്നെ അപകടത്തിലാകും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ലഹരിക്കെതിരെ ശബ്ദമുയർത്തണം. ലഹരിക്ക് ഇല്ല എന്ന് ധൈര്യത്തോടെ പറയാൻ നമുക്ക് സാധ്യമാവണം. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കൽ വളരെ പ്രാധാന്യമാണ്. നല്ല കൂട്ടുകാർ നമ്മെ നല്ലവയിലേക്ക് നയിക്കും. കായിക വിനോദങ്ങൾ, കലകൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, വായന, സാമൂഹിക സേവനം എന്നിങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ സമയം വിനിയോഗിക്കണം. അങ്ങനെ ചെയ്താൽ ലഹരിയിലേക്ക് പോകാനുള്ള ഒരു ചിന്തകളും നമ്മിലുണ്ടാകില്ല. കുടുംബത്തിനും സ്കൂളിനും സമൂഹത്തിനും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു വലിയ പങ്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ബഖറ സൂറത്തിൽ 219 ആയത്തിൽ പറയുന്നില്ലേ, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ. മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അവർ നിങ്ങളോട് ചോദിച്ചാൽ നബിയെ നിങ്ങൾ അവരോട് പറയണം, ഇത് രണ്ടും വലിയ തെറ്റാണെന്ന്. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പറയുന്നില്ലേ, കുല്ലു മുസ്കിരിൻ ഹറാം, മസ്താകുന്നതെല്ലാം ഹറാമാണ് എന്ന്. നമ്മുടെ ഇന്നത്തെ തീരുമാനങ്ങളാണ് നാളെയുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്. അവസാനമായി ഞാനൊന്ന് പറയട്ടെ, ലഹരിയില്ലാത്ത ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അതാണ് നമ്മുടെതെല്ലാം സന്തോഷം. ഒരു തലമുറയും ശക്തമായ ഒരു സമൂഹവും നമുക്ക് നിർമ്മിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.